ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. എത്ര കഴിച്ചാലും മതി വരാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അരി ദോശയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റാത്തവർ ധാരാളമുണ്ട്. അതിൽ ഒത്തിരി സ്റ്റാർച്ചൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഡയബറ്റീസൊക്കെ ഉള്ളവർ അത് കഴിക്കുന്നത് വളരെ വിഷമിച്ചാണ്. അവർക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു ദോശ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അവർക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. അരി ചേർക്കാതെ ചെറുപയറും ഉഴുന്നും കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു ദോശയാണിത്. വളരെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ദോശ എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറുപയറും ഉഴുന്നും ഒരേ അളവിലെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. മൂന്നും ഞാൻ വേറെ പാത്രങ്ങളിലാണ് കുതിരാൻ വെച്ചത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു പാത്രത്തിൽ തന്നെ കുതിരാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 3 പാത്രത്തിലാക്കിയത്. ഇത് ഉഴുന്നും ചെറുപയറും ഞാൻ 1/2 കപ്പ് വീതമാണ് കുതിരാൻ വെച്ചത്. ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. ഉലുവ കുതിരാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാനിതിപ്പോൾ 5 മണിക്കൂറായിട്ടുണ്ട് കുതിരാൻ വെച്ചിട്ട്. 2 മണിക്കൂർ മുന്നേ ആണ് ഉലുവ ഞാൻ കുതിർത്താനിട്ടത്. ആദ്യം ചെറുപയർ നമുക്ക് അരച്ചെടുക്കാം. ചെറുപയറിന് തോടുള്ളതുകൊണ്ട് ആ തോടൊക്കെ ഒന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അതുകൊണ്ട് ചെറുപയർ തനിച്ച് അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഈക്വൽ ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ചെറുപയർ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് കുതിർത്തിയതും കൂടി ചേർത്തിട്ട് ഈക്വൽ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളത്തിലിട്ട് അരച്ചാൽ ഇത് അരിഞ്ഞ് കിട്ടാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ നമുക്ക് അരച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ അയവിലാക്കിയെടുക്കാം. അപ്പോൾ ഉഴുന്നും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇനി കുതിർത്തി വെച്ചിരിക്കുന്ന ഉലുവയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഉലുവയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഉഴുന്ന് കുതിർത്തിയ വെള്ളത്തിൽ കുറച്ച് ചേർക്കാം. അപ്പോൾ ഏകദേശം ഇത് ഈക്വൽ ലെവലാവും. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നും ചെറുപയറും ഉലുവയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഉഴുന്ന് കുതിർത്തിയ ബാക്കി വെള്ളം നമ്മൾ മാറ്റി വെച്ചത് ആ ജാറിലേക്ക് ഒഴിച്ചിട്ട് ആ മാവൊക്കെ ഒന്ന് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ദോശമാവിൻ്റെ അയവിൽ ഇത് പാകമായില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടിയാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ ആവശ്യമുള്ള ലൂസാകുന്നത് വരെ വെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ പുളിയില്ലാത്ത ദോശയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പ് മാത്രമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് പുളിപ്പുള്ള ദോശയാണ് വേണ്ടതെങ്കിൽ കുറച്ച് തൈര് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ദോശ ചുട്ടെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് തവ ചൂടാക്കി ദോശ ചുട്ടെടുക്കാം. തവ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ പരത്തി കൊടുക്കുക. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ഇത് പരത്തി കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് അവിടെ കട്ട പിടിച്ച് പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് പരത്തിയതിന് ശേഷം മീഡിയം ഹീറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. പരത്തിയതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ഗീയോ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. വെളിച്ചെണ്ണയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മൊരിയുന്നത് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ക്രിസ്പി ആക്കിയും ഉണ്ടാക്കാം. പിന്നെ സോഫ്റ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. കൂടുതലും മൊരിയണതിന് മുന്നേ എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ദോശ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളുടെ സാധാരണ മസാല ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഹെൽത്തിയുമാണ്. ചെറുപയറും ഉഴുന്നും മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ഇത് വെജിറ്റബിൾ കുറുമയുടെ കൂടെയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയുടെ കൂടെയോ തക്കാളി ചട്നി ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് നോൺ വെജിൻ്റെ കൂടെയും കഴിക്കാം. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ബീഫ് കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം.
കുട്ടികൾക്ക് വേണമെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ ഈ ദോശ ഉണ്ടാക്കി കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ദോശയാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ദോശ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഡിന്നറിന് നമുക്കിത് ട്രൈ ചെയ്യാം. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക്